നമസ്കാരം. ഇന്ന് മെയ് 24 വേൾഡ് സ്കീസോഫ്രീനിയ ഡേ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശാലം ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഓപ്പറേഷൻ ലീഡ് മാനേജറുമായ മിസ്സിസ് ബ്ലസിമോൾ നിക്സൺ ആണ്. നമസ്കാരം. സ്കീസോഫ്രീനിയുടെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുടുംബങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫേസിൽ ട്രീറ്റ്മെൻറ്റിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് വളരെ കുറവായിരിക്കും. അവർ ആദ്യം കാണുന്ന ചേഞ്ചസ് തീരെ നോട്ടീസ് ചെയ്യപ്പെടാറില്ല. കുറേ നാൾ വെച്ചുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ ഈവൻ ഒരു സട്ടിൽ ചേഞ്ച് കാണുമ്പോൾ തന്നെ അവർ അതിനെ പരിഗണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ ഇരുന്നിരുന്ന് പിന്നീട് മൂർച്ഛിച്ച് ഒരു പക്ഷേ ഒരു എക്സ്ട്രീം വയലൻസിലേക്ക് എത്തുമ്പോഴാണ് മിക്കവാറും അല്ലെങ്കിൽ ഒരു വയലൻസിലേക്കോ തീരെ ആ വ്യക്തിക്ക് സ്വന്തം കാര്യങ്ങളൊന്നും നിവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴായിരിക്കും മിക്കവാറും ഒരു ട്രീറ്റ്മെൻറ്റിനും അഡ്മിഷനുമായിട്ട് എത്തിച്ചേരാറുള്ളത്. അപ്പം ഈ അസുഖത്തിൻ്റെ തുടക്കത്തിലൊരു ഫേസ് എന്ന് പറയുന്നത് പ്രൊഡ്രോമൽ ഫേസ് എന്നാണ് നമ്മൾ പറയുക. അതായത് ലക്ഷണങ്ങൾ ഏകദേശം പ്രകടിപ്പിച്ച് തുടങ്ങുന്ന ഒരു സമയത്തിന് പറയുന്നതാണ് പ്രൊഡ്രോമൽ ഫേസ്. ആ സമയത്ത് ഇവരുടെ കോൺസെൻട്രേഷന് വ്യത്യാസം കാണും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ പഠനത്തിൻ്റെ നന്നായി പഠിക്കുന്ന കുട്ടിയിൽ പെട്ടെന്ന് അക്കാഡമിക് പെർഫോമൻസ് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം കാണും. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ജോലിയിൽ പെർഫോം ചെയ്യുന്നത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ചേഞ്ചസ് മനസ്സിലാവും. ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ്, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് ഉൾവലിയുന്നൊരു അവസ്ഥ കാണാൻ പറ്റും. അതുപോലെ അവരുടെ പേഴ്സണൽ ഹൈജീനിൽ ഓവറോൾ ഫങ്ഷനിങ്ങിന് ഇതൊരു ഡിറ്ററിയോറേഷൻ, അതിനകത്ത് എന്തൊക്കെയോ ഒരു നഷ്ടങ്ങളൊക്കെ ഓരോന്നോരോന്ന് കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നോട്ടീസ് ചെയ്യേണ്ടതാണ്. അത് പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. അവിടെ നിന്ന് പിന്നെ ഡെലൂഷനും ഹാലൂസിനേഷനും തനിയിരുന്നുള്ള സംസാരവും അതുപോലെ തന്നെ സംശയങ്ങൾ, അതുപോലെ തന്നെ കാറ്റട്ടോണിക് ഫീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രകടമായ ലക്ഷണങ്ങളിലേക്ക്, അഗ്രഷനുകളിലേക്ക്, അതുപോലെ തന്നെ മൂഡ് ചേഞ്ചസിലേക്കെല്ലാം പോകുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താറുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ തുടക്ക സ്റ്റേജിൽ ട്രീറ്റ് ചെയ്താൽ ഒരുപാട് റിക്കവറിക്കുള്ള സാധ്യത കൂടുതലാണ്. ആദ്യത്തെ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 ഇയേഴ്സ് ട്രീറ്റ്മെൻറ്റ് വളരെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ റിക്കവറിയുടെ ചാൻസസ് കൂടുതൽ ആണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുടെ പ്രൊഡ്രോമൽ ഫേസിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുടെ എണ്ണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, എക്സ്പെഷ്യലി ഈ പറഞ്ഞ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വളരെ കുറവാണ്. ജനതിക ഘടകങ്ങൾ, ട്രോമ, സാമൂഹിക സാഹചര്യങ്ങൾ, പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവ എങ്ങനെയാണ് ഇതിനെ സ്വാധീനം ചെലുത്തുന്നത്? ഓക്കെ, നമ്മൾ ഈ സമയത്ത് നോക്കേണ്ടത് ഒരു ബയോസൈക്കോ സോഷ്യൽ മോഡലാണ്. 3 രീതിയിലാണ്. ഒന്ന്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് പ്ലേസ് മേജർ റോൾ. ജനറ്റിക്കായിട്ട് ഇത് കൈമാറി വരുന്ന കാണാറുണ്ട്. സ്കീസോഫ്രീനിയയുടെ അസുഖം പേരൻസിന് ഉണ്ടെങ്കിൽ മക്കളിൽ ആർക്കെങ്കിലുമൊക്കെ വരുന്നത് കാണാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ മക്കൾ എക്സംപ്റ്റഡ് ആയി അവർക്കില്ലാതിരിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും കുറേ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് പേരൻസിലേക്കും പേരൻസിൽ നിന്ന് കുട്ടികളിലേക്കും വരുന്നത് നമ്മൾ കാണാറുണ്ട്. അവിടെ ജെനറ്റിക്സ് ഒരു ഫാക്ടറാണ്. പിന്നെയുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പം ഓർഗാനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ സൈക്കോസിസിലേക്ക് അത് ഡെവലപ്പ് ചെയ്യാറുണ്ട്. സ്കീസോഫ്രീനിയ ലൈക്ക് സിംറ്റംസ് അവർ കാണിക്കാറുണ്ട്. ഒരു ആക്സിഡൻറ്റിന് ശേഷം അങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള കണ്ടീഷൻസ് ഡെവലപ്പായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഓർഗാനിക് ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെയുള്ളത് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. ഇൻഡിവിജ്വലി അവർ അനുഭവിക്കുന്ന ട്രോമ, ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ച്, അതുപോലെ തന്നെ വീടുകളിലുള്ള ഒറ്റപ്പെടൽ, ഏകാന്തത, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളിൽ നിന്ന് ഈ അസുഖം ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ഓൾസോ പ്ലേസ് മേജർ റോൾ. ഒരു സോഷ്യൽ ഇൻസിഡൻസിൽ പലതിൽ നിന്നും പേടി തട്ടിയോ മറ്റോ ഒക്കെ ആയിട്ട് ഒരു ഇൽനെസ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ബയോസൈക്കോ സോഷ്യൽ മോഡൽ അതിൻ്റെ ഒരു മോഡലാണ്. ദെർ ആർ മെനി അതർ ഹൈപ്പോത്തസിസ്. അപ്പം തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ബ്രെയിനിൻ്റെ എടുക്കുവാണെങ്കിൽ ഡോപ്പമിൻ ഹൈപ്പോത്തസിസ് ഉണ്ട്, ഗാബ ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിലെല്ലാം ബ്രെയിനിൻ്റെ ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് മൂലമാണ് ഈ ഒരു
അസുഖം ഡെവലപ്പ് ആകുന്നത് എന്ന് പറയാറുണ്ട്. അപ്പം കുറേ ഫാക്ടേഴ്സാണ്. കുറേ ഫാക്ടേഴ്സ് കൂടിച്ചേരുമ്പോഴാണ് ഈ ഒരു അസുഖം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു ജനറ്റിക് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഫാക്ടർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫാക്ടർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ മാത്രമാണ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പല ഫാക്ടേഴ്സ് ഒന്നിച്ച് കൂടിച്ചേരുമ്പോഴാണ് ഈ ഒരു രോഗം ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ സിംറ്റംസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ്, കൊഗ്നേറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് ബിഹേവിയേഴ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ പോസിറ്റീവ് സിംറ്റംസിലൂടെ പറയുന്നത്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വൽ, ഓഡിറ്ററി, ടാക്ടൈൽ, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ട്. ഇതിൽ ഒരു ഒരു സ്റ്റിമുലിയുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ ഈ വ്യക്തിക്ക് അത് കാണാനും അനുഭവിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥയാണ് ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അത് ഭയപ്പെടുത്തുന്നതും ഉണ്ട്, അതുപോലെ തന്നെ വല്ലാതെ അലട്ടുന്നതും. അതേസമയം ചില ഹാലൂസിനേറ്ററി എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഹാലൂസിനേറ്ററി എക്സ്പീരിയൻസസിലൂടെയൊക്കെ അവർ കടന്നു പോകുമ്പോൾ അതൊക്കെ എക്സ്പ്ലിസിറ്റ്ലി പ്രകടമാകും. അവർ തനിയെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ അതിനുള്ള ലക്ഷണമാണ്. അവർ കൈയും കൊണ്ട് ആംഗ്യങ്ങളൊക്കെ കാണിക്കും, ഒരു വിഷ്വൽ ഓഡിറ്ററി ഹാലൂസിനേഷനുള്ള വ്യക്തികൾ. അപ്പം ഹാലൂസിനേറ്ററി എക്സ്പീരിയൻസസിൽ ഓഡിറ്ററിയും വിഷ്വൽ ഹാലൂസിനേഷൻസ് ഉണ്ട്. അതെല്ലാം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇവരെ അകലെ കൊണ്ടുപോകും. ഡെലൂഷൻസിൽ ഒരു ഫോൾസ് ഫിക്സ്ഡ് അൺഷേക്കബിൾ ബിലീഫാണ്, അതും ഇവരെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകും. ഇതെല്ലാം കുറച്ചും കൂടെ എക്സ്പ്ലിസിറ്റായിട്ട് നമുക്ക് വെളിയിലേക്ക് കാണാൻ കഴിയുന്ന അവർ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സിംറ്റംസിൽ മെയിനായിട്ടുള്ളത് ഫ്ലാറ്റ് എഫക്റ്റ്, മുഖത്ത് വൈകാരികമായ ഒരു എക്സ്പ്രഷൻസോ ഒരു ഭാവമാറ്റമോ അവർ പ്രകടിപ്പിക്കില്ല. അവർക്ക് പ്രകടിപ്പിക്കാനുള്ള ആ ശേഷി ഗ്രാജ്വലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അവരുടെ ഇൻട്രാക്ഷൻ കുറയും. അവോളിഷൻ 3 A's എന്നാണ് പറയുക. അതായത് അവോളിഷൻ, അൻഹിഡോണിയ, അപ്പതി. അപ്പം പ്രത്യേകിച്ചൊരു ഇമോഷണൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പതി എന്ന് പറയുന്നത്. അതുപോലെ അൻഹിഡോണിയ എന്ന് പറയുന്നത് ഈ പ്ലഷറബിൾ ആക്ടിവിറ്റീസിനോടുള്ള താല്പര്യം അവർക്ക് തീരെ ഉണ്ടാവത്തില്ല. പണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും അവർ അത് വിട്ടുകളയുന്നൊരവസ്ഥ. അവോളിഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ തീരെ ഉണ്ടാവില്ല, ഒരു പേർപ്പസ് ഉണ്ടാവില്ല, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണ ഉണ്ടാവില്ല. അവരവരുടേതായ ലോകത്ത് കണ്ടിന്യൂ ചെയ്യും. അതാണ് നെഗറ്റീവ് സിംറ്റം എന്ന് പറയുന്നത്. കൊഗ്നിറ്റീവ് സിംറ്റം എന്ന് പറയുമ്പം അത് കുറേയും കൂടെ മെമ്മറീനെയും അറ്റൻഷനെയും ഒക്കെ ബാധിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ കൊഗ്നിറ്റീവ് സിംറ്റംസ് വരുന്നത്. അവരുടെ കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടായിരിക്കും, പല കാര്യങ്ങൾ അവർ മറന്നു പോകും. അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് കൊഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുന്നുണ്ട്. അതാണ് ഈ കൊഗ്നിറ്റീവ് സിംറ്റംസ് എന്ന് നമ്മൾ പറയാറ്. അപ്പം ഇതെല്ലാം കുറേ സിംറ്റംസ് കൂടിച്ചേരുമ്പോഴാണ് ഒരു സിൻഡ്രോം ഉണ്ടാകുന്നത്. ഒരു സിൻഡ്രോം എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് ആണ്. അപ്പം പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസും കോഗ്നിറ്റീവ് സിംറ്റംസ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. സമൂഹത്തിൽ അതുപോലെ ഇന്നും പലതരം തെറ്റിദ്ധാരണകളും അഭിപ്രായങ്ങളും സ്റ്റിഗ്മകളും മെയിനായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് മാമിൻ്റെ ഒപ്പീനിയൻ എന്താ? ഒരുപാട് സ്റ്റിഗ്മകൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചുണ്ട്. പ്രത്യേകിച്ച് കുറേ പേര് ചിന്തിക്കുന്നത് ചിത്തഭ്രമം അല്ലെങ്കിൽ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അസുഖമാണ് സ്കിസോഫ്രീനിയ. ഇതിനകത്ത് പേഴ്സണാലിറ്റി എന്നതിനേക്കാൾ ഉപരി സ്കിസോഫ്രീനിയ ഈസ് എ തോട്ട് ഡിസോർഡർ. അത് ചിന്തകളിൽ കടന്നുകൂടുന്ന ഒരു അസുഖമാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ അടുത്തൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ട്രീറ്റബിൾ അല്ല, ഇത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാറില്ല എന്ന് ഉള്ളതൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഇത് കൃത്യമായ മരുന്നിലൂടെയും കൗൺസിലിങ്ങിലൂടെയും നമുക്ക് ഒരു പരിധി വരെ മാനേജബിളാണ് ഈ അസുഖം. നല്ല രീതിയിൽ മെഡിസിൻ കഴിച്ച് ഓൺ എ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ഇനി അസുഖം വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാതിരിക്കാനായിട്ട് മരുന്നിൻ്റെ സഹായത്തോടു കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒട്ടനവധി പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് ട്രീറ്റബിൾ. പിന്നെ ഇവർ ജോലിയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് എല്ലാവർക്കും അത് ബാധകമല്ല. അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ്. ഒരു വിധം നല്ല രീതിയിൽ റിക്കവറാകുന്ന പേഷ്യൻസിന് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനും നല്ല രീതിയിൽ സർവീസിലിരിക്കുന്ന ഒരുപാട് രോഗികൾ നമുക്കുണ്ട്.
അപ്പം റിക്കവറി ഈസ് പോസിബിൾ. ഫാമിലിയുടെ സപ്പോർട്ടും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സപ്പോർട്ടും ജോലി സ്ഥലത്തൊരു സപ്പോർട്ടും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് സമൂഹത്തിലേക്ക് തിരിച്ച് ചെല്ലാനും ഇഴുകിച്ചേരാനും കഴിയും. നമ്മുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും പേഷ്യൻറ്റിൻ്റെ റിക്കവറി. അതുപോലെ തന്നെ മരുന്നുകൾ, അതുപോലെ CBT, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതുപോലുള്ള തെറാപ്പികൾ എത്രത്തോളം ഫലപ്രദമാണ് സ്കീസോഫ്രീനിയയ്ക്ക്? സ്കിസോഫ്രീനിയയ്ക്ക് CBT പോലുള്ള തെറാപ്പികൾ ഫലപ്രദമാണ്. പ്രത്യേകിച്ച് അവരുടെ ഫോൾസ് ബിലീഫ്സിനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ CBT ഉപയോഗിക്കാറുണ്ട്. ഡെലൂഷൻ അൺഷേക്കബിൾ ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും വി ക്യാൻ യൂസ് CBT ടു ബ്രേക്ക് ദോസ് ഡെലൂഷൻസ്. അത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. പക്ഷെ CBT നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് പോലുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സൈക്കോ എഡ്യൂക്കേഷനിലൂടെ പേഷ്യൻറ്റിന് ഇതിൻ്റെ ന്യൂറോബയോളജി എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഇൻസൈറ്റ്ഫുൾ ആക്കുകയാണ് ഇതിനകത്ത് ഈ സ്കിസോഫ്രീനിയ പോലുള്ള ഒരു അസുഖത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. മെഡിസിൻ വേണം. സൈക്കോ ഫാർമക്കോ തെറാപ്പി എന്ന് നമ്മൾ പറയാം. ഫാർമക്കോ തെറാപ്പിയും അതുപോലെ തന്നെ സൈക്കോ തെറാപ്പിയും ഒന്നിച്ച് പോയാൽ മാത്രമേ റിക്കവറി ഉണ്ടാവുള്ളൂ. കേവലം മെഡിസിൻ മാത്രം കഴിച്ചതുകൊണ്ട് ഒരാൾ ഇൻസൈറ്റ്ഫുൾ ആവണമെന്നില്ല. ഇൻസൈറ്റ് നമ്മൾ പറഞ്ഞത് കൗൺസിലിങ്ങിലൂടെ അവർക്ക് ഇൻസൈറ്റ് ഡെവലപ്പ് ആയാൽ മാത്രമേ ഇവർ മരുന്ന് കഴിക്കാനായിട്ട് സ്വമേധയാ തയ്യാറാവുള്ളൂ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോയാൽ മാത്രമേ ക്ലയൻറ്റ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ക്വാളിറ്റി ഓഫ് ലിവിങ് താരതമ്യേന ഇവർക്ക് കുറവായതുകൊണ്ട് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിരന്തരമായ കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പി സെഷൻസും ഇവർക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. സ്കീസോഫ്രീനിയ ബാധിക്കപ്പെട്ട വ്യക്തികളിൽ ദിനചര്യ അഫക്റ്റ് ആവാറുണ്ട്. അതുപോലെ ജോലി, മറ്റു ഭാഗങ്ങൾ, അവരുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം അഫക്റ്റ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സ്കിസോഫ്രീനിയ പോലുള്ളൊരു വ്യക്തി, എസ്പെഷ്യലി നമ്മുടെ സമൂഹത്തിൽ സ്കിസോഫ്രീനിയ എന്ന് തന്നെ പറയണ്ടേ, ഏതൊരു മാനസിക രോഗിയും സമൂഹത്തിൽ ഒരുപാട് വെല്ലുവിളി നേരിടുന്നുണ്ട്. അവർക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് ആക്സെപ്റ്റൻസ് ലഭിക്കാത്തതാണ്. അവരുടേതായ ഒരു അബ്നോർമാലിറ്റി അവർ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ബാക്കിയുള്ളവരെല്ലാം അവരെ അബ്നോർമലായി മാറ്റി നിർത്തുന്ന പല സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവന് കഴിവില്ല, അല്ലെങ്കിൽ അവനെക്കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവളെക്കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സമൂഹത്തിനൊരു ആശങ്കയുള്ളത് കൊണ്ട് തന്നെ പല ജോലികളും ഇവരെ ഏൽപ്പിക്കാനായിട്ട് ആളുകൾ തയ്യാറാവില്ല. പിന്നെ അതുപോലെ തന്നെ അവരുടെ കോഴ്സസ്, അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ പെർഫോമൻസ് എഫക്റ്റഡ് ആകാറുണ്ട്. എസ്പെഷ്യലി സിംപ്റ്റമാറ്റിക് ആകുന്ന സമയത്തൊക്കെ ഇവരുടെ ഇത് പലപ്പോഴും എഫക്റ്റഡ് ആവാറുണ്ട്. അക്കാഡമിക് പെർഫോമൻസ് എഫക്റ്റഡ് ആകാറുണ്ട്. അപ്പം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ പലപ്പോഴും കുടുംബാംഗങ്ങൾക്ക് തന്നെ ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു രോഗമുള്ളൊരു വ്യക്തി ഉണ്ടെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഫാമിലി മെമ്പേഴ്സ് തന്നെ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ഒരു വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് തള്ളിവിടുന്ന അവസ്ഥകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പം ആക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. ഇവരുടെ ഈ ഒരു കണ്ടീഷനുണ്ട് ഇവർക്ക് എന്നുള്ളതും ഈ കണ്ടീഷനോട് കൂടെ ഇവർ ജീവിക്കാൻ കഴിയുമെന്നുള്ളതും അതുപോലെ തന്നെ റിക്കവറി പോസിബിൾ ആണ് എന്നുള്ളതും സപ്പോർട്ടോട് കൂടെ ഇവർക്ക് നന്നായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു വൈഡ് ആക്സെപ്റ്റൻസ് ആണ് ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത്. അത് നമ്മുടെ സമൂഹം എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഇപ്പോഴും. സമൂഹവും കുടുംബാംഗങ്ങളും സ്കീസോഫ്രീനിയ അഫക്റ്റഡ് ആയ ആൾക്കാരെ എങ്ങനെ പിന്തുണയ്ക്കണമെന്നാണ് മാമിൻ്റെ ഒപ്പീനിയൻ? അതുപോലെ തന്നെ അവരുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? ഓക്കെ, നമുക്ക് ഈ രോഗികളുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സോഷ്യൽ റീഇൻറ്റഗ്രേഷനാണ് നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഈ വ്യക്തികൾ ഹോസ്പിറ്റലിൽ വന്ന് അടഞ്ഞു കിടക്കുക എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും ഒരു റെസ്ട്രിക്റ്റഡ് എൻവയൺമെൻറ്റിൽ നിർത്തുക എന്നതിനേക്കാൾ ഉപരി ഇവരെ സമൂഹത്തിലേക്ക് തിരിച്ചുവിട്ട് അവരേത് വീട്ടിലായിരുന്നോ അവിടെ ജീവിക്കാനും ഏത് ചുറ്റുപാടുകളിലായിരുന്നോ അവിടെയൊക്കെയും ഇൻട്രാക്ട് ചെയ്ത് പഴയ പോലെ ലൈഫ് തിരിച്ചു പിടിക്കാനും ഉള്ളൊരു സാഹചര്യം
കുടുംബാംഗങ്ങളും അതുപോലെ സമൂഹത്തിലുള്ളവരും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു മാനസിക രോഗിയായ ഒരു വ്യക്തി അത് അയാളുടെ കുറ്റം കൊണ്ട് അല്ല ഈ ഒരു രോഗം അവർക്ക് വന്നത്. ഒരു ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് കൊണ്ടോ ഒരു സ്ട്രെസ്സിൽ നിന്നോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ അസുഖം. അപ്പം ഈ ഒരു അസുഖം ഡെവലപ്പ് ചെയ്തത് കൊണ്ട് അവരെ എഴുതി തള്ളുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഈ അസുഖത്തിൽ നിന്ന് കരകയറാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർക്ക് ഈ അസുഖത്തിൽ നിന്നൊരു മാറ്റം വരണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യുക. അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് ജോലി സാധ്യതകൾ തുറന്നു കൊടുക്കുക, സഹായം ചെയ്യുക, അവരെ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളിൽ അവരെ ശ്രദ്ധിക്കുക, മരുന്നുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് ആക്സസ് ഉണ്ടാക്കി കൊടുക്കുക. കൃത്യസമയത്ത് ഡോക്ടേഴ്സിനെ കാണാനും അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യാനും ഇതിനൊക്കെയുള്ള സപ്പോർട്ടുകൾ അവർക്ക് കൊടുക്കുന്നതിലൂടെ ഒരു പരിധി വരെ അവർക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ തുടരാനായിട്ട് കഴിയും. ആ ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ അവരുടെ കണ്ടീഷൻ പിന്നെയും വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അവരൊന്നും കൂടെ രോഗികളാകും, മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പം അതിനേക്കാൾ ഏറ്റവും നല്ലത് ചേർത്ത് നിർത്തുന്നതാണ്. ചേർത്ത് നിർത്തലിലൂടെ ഒരു പരിധി വരെ ഈ അസുഖം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് രോഗിക്കും കഴിയും. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും അറിവ് നമ്മളിലേക്ക് പകർന്നു തന്ന ബ്ലെസ്സി മാമിനോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം.